കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന റേഷൻ വിഹിതം പൂർണ്ണമായും ഏറ്റെടുക്കാതെ കേരളം. സൗജന്യമായി ലഭിക്കുന്ന അരിയിൽ 17,000 ടണ്ണും ഗോതമ്പിൻ്റെ 400 ടണ്ണും കുറച്ചാണ് കേരളം ഏറ്റെടുക്കുന്നത്. റേഷൻ വിഹിതം വർദ്ധിപ്പിക്കുന്നില്ലെന്ന് നിരന്തരം കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നതിനിടെയാണ് ഈ കടുത്ത അനാസ്ഥ. 41 ലക്ഷം വരുന്ന മഞ്ഞ പിങ്ക് മുൻഗണനാ കാർഡ് ഉടമകൾക്ക് കേന്ദ്രം സൗജന്യമായി നൽകി വരുന്ന അരിയും ഗോതമ്പും, മുൻഗണനേതര വിഭാഗത്തിലെ 25 ലക്ഷത്തിലേറെ വെള്ളക്കാർഡ് ഉടമകൾക്ക് സൗജന്യ നിരക്കിൽ നൽകി വരുന്ന അരിയുമാണ് സർക്കാരിന്റെ കൊടിയ അനാസ്ഥയിൽ ഇല്ലാതാകുന്നത്. പ്രതിമാസം 1.3 ലക്ഷം ടൺ അരിയും 15,629 ടൺ ഗോതമ്പുമാണ് കേന്ദ്രം കേരളത്തിന് റേഷൻ വിഹിതമായി അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ 17,000 ടൺ അരിയും 400 ടൺ ഗോതമ്പും കുറച്ചാണ് സർക്കാർ എടുക്കുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ 27 ഡിപ്പോകളിൽ നിന്നാണ് സപ്ലൈകോ ഏറ്റെടുത്ത് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്നത്. സാധനങ്ങളുടെ വിതരണം നടത്തുന്ന ട്രാൻസ്പോർട്ട് കരാറുകാർ ബിൽ കുടിശ്ശികയുടെ പേരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി സമരത്തിലായിരുന്നു. ഇതാണ് റേഷൻ വിതരണം ഏറ്റെടുക്കുന്നതിൽ കുറവ് വരാനുള്ള കാരണമെന്നാണ് സർക്കാർ പറയുന്നത്. കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം കേന്ദ്രത്തെ പഴി പറയുന്നതിനിടയിലാണ് സർക്കാരിന്റെ കൊടിയാനാസ്ഥ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ മെയ് മാസം മുതലാണ് കുറവ് വിഹിതം ഏറ്റെടുത്തു തുടങ്ങിയത്. സമരം പിൻവലിക്കുവാനുള്ള നടപടികളിലേക്ക് സർക്കാർ സ്വീകരിക്കാത്തതിൽ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.